യുദ്ധത്തിന് മുമ്പുള്ള ശാന്തമായ സന്ധ്യാസമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനും മഹാദാനിയായ കർണനും ഒരുമിച്ച് ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. സ്വർണ്ണ പാത്രങ്ങളിൽ വിളമ്പിയ രുചികരമായ ഭക്ഷണങ്ങൾ അവർ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് കീറിയ വേഷമിട്ട മെലിഞ്ഞ ഒരു മനുഷ്യൻ അവരുടെ അടുത്തേക്ക് ധൈര്യത്തോടെ കടന്നു വരുന്നത്. ആ യാചകൻ കൈകൂപ്പി സങ്കടത്തോടെ കർണനോട് പറഞ്ഞു, അല്ലയോ അംഗരാജാവേ, അങ്ങയുടെ കീർത്തി എല്ലായിടത്തും എത്തിയിരിക്കുന്നു. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ദാരിദ്ര്യം എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. എന്നെ സഹായിക്കാൻ അങ്ങക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങെന്നെ രക്ഷിക്കണം. ആ പാവപ്പെട്ടവന്റെ ദുരിതം കേട്ടതും കർണന്റെ മനസ്സലിഞ്ഞു. ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തന്റെ അടുത്തിരുന്ന സ്വർണ്ണ പാത്രം അദ്ദേഹം ഇടത് കൈകൊണ്ടെടുത്ത് യാചകന് നേരെ നീട്ടി. ഇത് സ്വീകരിക്കുക, കർണൻ പറഞ്ഞു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ ആ മനുഷ്യൻ കിട്ടിയ സമ്മാനവുമായി വേഗം യാത്രയായി. ഇതെല്ലാം കണ്ടുനിന്ന ലോകകാര്യങ്ങൾ അറിയാവുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു. ധർമ്മത്തിന്റെ എല്ലാ നിയമങ്ങളും കർണൻ അറിയാമെന്ന് കൃഷ്ണന് വ്യക്തമായി അറിയാമായിരുന്നു. എന്നിട്ടും കർണൻ ചെയ്ത ഈ പ്രവൃത്തിയുടെ യഥാർത്ഥ കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് കൃഷ്ണന് തോന്നി. അതുകൊണ്ട് കൃഷ്ണൻ സൗമ്യമായി ചോദിച്ചു, രാധേയ, താങ്കൾ വലിയൊരു ദാനം ചെയ്യുന്ന ആളാണ്. ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ഇടത് കൈകൊണ്ട് ദാനം ചെയ്യുന്നത് ഉചിതമല്ല. അങ്ങനെ ചെയ്താൽ ദാനത്തിന്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ധർമ്മത്തിന്റെ എല്ലാ നിയമങ്ങളും അറിയാവുന്ന താങ്കൾ ഇങ്ങനെ ചെയ്തത്? കർണൻ കൈകൂപ്പി നിറഞ്ഞ പുഞ്ചിരിയോടെ മറുപടി നൽകി. ആ വാക്കുകളിൽ ആത്മാർത്ഥതയുടെയും നിസ്വാർത്ഥതയുടെയും തിളക്കമുണ്ടായിരുന്നു. കേശവ, ആ സാധുവിന്റെ ദുരിതം എന്റെ കാതിലെത്തിയ ആ നിമിഷം എന്റെ ഹൃദയം അനുകമ്പ കൊണ്ട് നിറഞ്ഞു. ഉടൻ തന്നെ എന്റെ മുൻപിലിരുന്ന ആ സ്വർണ്ണ പാത്രം അയാൾക്ക് നൽകണമെന്ന് എന്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണൻ തുടർന്നു, കേശവ, ഞാൻ ഭക്ഷണം കഴിച്ചു തീർന്ന് കൈ കഴുകി എഴുന്നേറ്റ് വന്ന് വലതു കൈകൊണ്ട് ദാനം ചെയ്യാൻ വേണ്ടി ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ഈ ചഞ്ചലമായ മനസ്സ് മാറിയേക്കാം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണ പാത്രം എന്തിനാണ് കൊടുക്കുന്നത്? അതിനു പകരം കുറഞ്ഞ വിലയുള്ള മറ്റെന്തെങ്കിലും നൽകിയാൽ പോരെയെന്ന്. ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ചിന്ത മനസ്സിൽ ഉദിക്കുന്ന അതേ നിമിഷം തന്നെ അത് ചെയ്യണം. കേശവ, നമ്മൾ വൈകിയാൽ നമ്മുടെ മനസ്സ് സ്വാർത്ഥതയുടെ കണക്കുകൾ കൂട്ടാൻ തുടങ്ങും. ആ നല്ല ഉദ്ദേശത്തെ അത് ദുർബലപ്പെടുത്തും. ഇവിടെ എന്റെ പുണ്യമോ ലാഭനഷ്ടങ്ങളോ അല്ല പ്രധാനം, മറിച്ച് ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ഉടൻ നൽകാൻ കഴിയുന്ന ഉപകാരമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് കേശവ, ആ നല്ല ചിന്തയ്ക്ക് മാറ്റം വരുന്നതിന് മുമ്പ് ഒരു നിമിഷം പോലും വൈകാതെ അത് ഉടൻ തന്നെ നൽകാൻ ഞാൻ തീരുമാനിച്ചു. അതിനാലാണ് ഞാൻ ഇടത് കൈ ഉപയോഗിച്ചത്. കർണന്റെ വാക്കുകൾ കേട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു. ദാനധർമ്മത്തിന് ശാസ്ത്രത്തെക്കാൾ വലുത് മനുഷ്യന്റെ ഹൃദയത്തിലെ അനുകമ്പയും സമയബന്ധിതമായ പ്രവർത്തനവുമാണെന്ന് കർണൻ തെളിയിച്ചു. നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല കാര്യം ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുമ്പോൾ അത് ആ നിമിഷം തന്നെ ചെയ്യുക. നിങ്ങൾ വൈകിയാൽ നിങ്ങളുടെ മനസ്സ് ആ നല്ല ഉദ്ദേശത്തെ ദുർബലപ്പെടുത്തുകയും അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കാം. നന്മ ചെയ്യാനുള്ള ആ നിമിഷമാണ് ഏറ്റവും വലിയ പവിത്രമായ സമയം. നന്മ ചെയ്യാനുള്ള പ്രേരണ മനസ്സിലുണ്ടാകുമ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ ആ നിമിഷം തന്നെ അത് ചെയ്യുക. താമസം നിങ്ങളുടെ നല്ല ഉദ്ദേശത്തെ ദുർബലപ്പെടുത്തും. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.